എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പിങ്കിയുടെ അടുത്തേക്ക് ഗിരിജ വരുക. ഗിരിജ ഒന്ന് നോക്കുമ്പോഴത്തേന് പിങ്കി ഒന്നും മിണ്ടായിരിക്കുക. എന്ത് പറ്റി പിങ്കി മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഒന്നുമില്ല ചിറ്റേന്ന് പറയണ. എനിക്കറിയാം രാമേശ്വരത്ത് പോകാത്തന്റെ വിഷമമല്ലേ മോൾക്ക്, അതിന് മോൾ എന്തിനാ ഇത്രമാത്രം വിഷമിക്കണമെന്ന് ചോദിക്കുക. അതെ, മോൾക്ക് ഇനിയാണെങ്കിലും പോകാലോ, ഇനിയാണെങ്കിലും പോകാൻ സമയമുണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതൊന്നും ശരിയാവത്തില്ലേ ഏറ്റെന്ന് പറയാം. ആര് പറഞ്ഞ് ശരിയാവത്തില്ലെന്ന്? നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? ഇതേ ഇപ്പൊ ഈ ഇന്ത്യവരത്തിന്റെ അനന്തരാവകാശം ആരുടെ വയറ്റിലാ വളരുന്നേ? പിങ്കിമോളുടെ വയറ്റല്ലേ വളരുന്നേ. അപ്പൊ പിങ്കിമോള് വിചാരിച്ചാലാണോ ഇതൊന്നും നടക്കാത്തെന്ന് ചോദിക്കുക. ഇതേ പിങ്കിമോൾ എന്തേലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാധിച്ചു തരാൻ ഈ വീട്ടിലുള്ളൊരു ബാധ്യസ്ഥരാന്ന് പറയാം. പിങ്കി പറഞ്ഞു, അതൊന്നും ശരിയാവില്ലെന്ന് പറയാ. ആര് പറഞ്ഞു? അതെ, ഇപ്പൊ പിങ്കിമോൾ ഈ വീടിന് തീയിട്ടാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? പിങ്കിമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് ഇപ്പൊ പിങ്കിമോളുടെ കുടലാണ് പന്ത് കിടക്കുന്നത്. പിങ്കിമോൾക്ക് എന്ത് വേണം ചെയ്യാം, തട്ടാ ഉരുട്ടാ എന്ത് വേണേലും ചെയ്യാം. ധൈര്യമായിട്ടിരിക്കുക. പിങ്കിമോൾ ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് പിങ്കിമോള് തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവിടെ മുന്നോട്ട് പോകണമെന്ന് പറയാം. അല്ല ചിറ്റ എന്താ ഉദ്ദേശിക്കണെന്ന് ചോദിക്കാം. എന്താ ഉദ്ദേശിക്കണെന്നോ, എന്താ ഉദ്ദേശിക്കുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണവശാലും പിങ്കിമോളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. ഇനി രാമേശ്വരത്തോ ധനുഷ്കോടിയിലോ എങ്ങോട്ട് വേണം പോണെന്ന് പറഞ്ഞാൽ മതി. പിങ്കിമോളിവിടെ എന്ത് കാണിച്ചു കൂട്ടിയാലും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ആരൊക്കെ എന്തേലും പറഞ്ഞു പോയാൽ പോലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വന്ന് ചോദിക്കേണ്ടി വരും, ചോറുണ്ടോ കാപ്പി കുടിച്ചോ എന്നൊക്കെ. കാരണം എന്താ, പിങ്കിമോളുടെ പറ്റി കുഞ്ഞില്ലേ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. അത് കേട്ടത് പിങ്കി ഇങ്ങനെയൊന്ന് ആലോചിക്കുക. പിന്നീട് ഗിരിജ പറഞ്ഞു, അതെ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ പിങ്കി ഇങ്ങനെ ആലോചിച്ചു, ചിറ്റയുടെ മനസ്സിൽ എന്തോ കാര്യങ്ങളുണ്ട്, ചിറ്റ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്. ആ സമയം മോഹിനി ലക്ഷ്മി കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ മോഹിനി ലക്ഷ്മിയോട് ചോദിച്ചു, അല്ലേ ലക്ഷ്മി ചേച്ചി, എന്തുകൊണ്ടാ പിങ്കി രാമേശ്വരത്ത് പോകുന്നില്ലെന്ന് വെച്ചേ? അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോന്ന് ചോദിക്കാം. ഇത്രയും ദിവസം പോകുന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ആ പോക്ക് മുടക്കിയത് എന്തുകൊണ്ടാന്ന് ചോദിക്കാം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. അത് അവള് തന്നെയല്ലേ പറഞ്ഞ, പിങ്കി തന്നെയല്ലേ പറഞ്ഞ് പോകുന്നില്ല എന്ന് പറഞ്ഞേ. അതിനകത്ത് ഇപ്പൊ നമുക്ക് എന്ത് പറയാനാ? അവളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അത് നടക്കട്ടെ. അവള് പോകുന്നില്ല എന്ന് പറഞ്ഞു, അത്ര തന്നെയെന്ന് പറയണം. അത് കേട്ടോണ്ട് അങ്ങോട്ട് ഗിരിജ വന്നിട്ട് പറഞ്ഞു, അതെ പോകുന്നില്ല എന്ന് പിങ്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണം കാണുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗിരിജയോടും ലക്ഷ്മി ചോദിച്ചു, അതെങ്ങനെ നിനക്കറിയാൻ പറ്റും? അത് പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ, ഇവിടെ മൊത്തം പിങ്കിയുടെ ശത്രുക്കളാണല്ലോ ഉള്ളതെന്ന് പറയണം. മോഹിനി പറഞ്ഞേ, അനാവശ്യം പറയരുത് കേട്ടോ ഗിരിജ എന്ന് പറയണം. അനാവശ്യമൊന്നും അല്ല, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മി ചോദിച്ചു, നീ എന്ത് കാര്യമാ? നിന്നെക്കുറിച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല. ഗിരിജെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നോട് ഇന്നലെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. അതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാ. പക്ഷേങ്കില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിങ്കിമോള് രാമേശ്വരത്ത് പോകണ്ടെന്ന് വെച്ച് ഇവിടെ വേറെ ചിലരൊക്കെ കാരണമെന്ന് പറയണം. ഇത് കേട്ട മോഹിനി പറഞ്ഞു, വേറെ ചിലർ കാരണോ? അതെ, കാരണം എന്താന്ന് വെച്ചാലേ പിങ്കിമോള് ഗൗതമനെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും കൂടെ സഹിക്കത്തില്ല. കാരണം ഭാര്യയ്ക്ക് സഹിക്കില്ല പോലും, കാമുകിനെ കൂട്ടി പോവാന്നൊക്കെ ഒരു പറച്ചിൽ എവിടെ ഉണ്ട്. അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും മോഹിനി പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് സഹിക്കില്ല എന്ന് പറയണം. അത് തന്നെ കാരണം, നന്ദയാണ് പ്രശ്നം. നന്ദയ്ക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ആ പിങ്കിമോള് പോക്ക് വേണ്ടാന്ന് വെച്ചെന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, ഇതേ അനാവശ്യം പറയരുത് കേട്ടോ ഗിരിജ എന്ന് പറയണം. അനാവശ്യമൊന്നുമല്ല, ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുക. പിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല പിങ്കിമോളെ കാണുന്നതെന്ന് ലക്ഷ്മി പറയാം. പിന്നെ അത് പുറമേ പറഞ്ഞിട്ട് കാര്യമില്ല, അകമേ അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ പിങ്കിമോളോട് കാണിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ഗിരിജ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, എന്ത് കാണിച്ചു കൂട്ടുന്നുണ്ടെന്നാ പറഞ്ഞേ? നന്ദയോട് ഗിരിജ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞേ? അതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളല്ലേന്ന് ചോദിക്കാം. പിന്നെ ഞാൻ എന്തുകൊണ്ടാ നന്ദയോടത് പറഞ്ഞേ? എന്റെ ദേഷ്യം കൊണ്ടാ. പിന്നെ ഗർഭിണിയായിരിക്കുന്ന പിങ്കിമോളെ വേദനിപ്പിച്ചാ പിന്നെ എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു വയ്ക്കുക മോഹിനി. ഇതേ ഈ നന്ദയുടെ ഒപ്പം ഇപ്പൊ നിൽക്കുന്നത് എന്തുകൊണ്ടാ? മരുമോളായതുകൊണ്ടല്ലേ ലക്ഷ്മി നിൽക്കുന്നേ. ആ സമയം പിങ്കിയുടെ ആ സ്നേഹം കാണിക്കുന്നുണ്ടോ? ഇല്ല, പിങ്കിയോട് ആ സ്നേഹം കാണിക്കുന്നില്ല. രാമേശ്വരത്ത് പോക്ക് സത്യം പറഞ്ഞാൽ മുടക്കിയത് നന്ദയാ, എന്നിട്ട് പോലും കണ്ടില്ലേ അവളെ പൊക്കി പിടിച്ച് നടക്കുക ഈ ലക്ഷ്മിയടത്തി. മരുമോളായതുകൊണ്ടാ. ഇതാ പറഞ്ഞേ, പറച്ചില് എല്ലാം ഉണ്ട്, ഒരേപോലെയൊക്കെ കാണുന്നതെന്ന് പറയും. തമിഴിലൊരു ചൊല്ലുണ്ട്, ഒരു കണ്ണി ചുണ്ണാമ്പും ഒരു കണ്ണി വെണ്ണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മോഹിനി, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ലക്ഷ്മി അടുത്ത് പറയും രണ്ടുപോലും ഒരേപോലെയാന്നൊക്കെ പറയും പിങ്കി നന്ദേ. പക്ഷെ നന്ദ എന്ത് തെറ്റ് ചെയ്താലും അത് വെണ്ണ പുരട്ടി അങ്ങ് ന്യായീകരിക്കും. പക്ഷെ പിങ്കി ചെയ്താലോ, പിങ്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പ് തേച്ചങ്ങ് നീറ്റും. എങ്ങനെയുണ്ട്? അങ്ങനെയല്ലേ ലക്ഷ്മി അടുത്തിയുടെ കാര്യം ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ദേ ഗിരിജ, നീ അനാവശ്യം പറയരുത്, ഞാൻ മനസ്സിൽ കരാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ
ഇതേ പിങ്കിയുടെ കാര്യങ്ങൾ എന്തേലും ലക്ഷ്മിയെടുത്ത് അന്വേഷിച്ചിട്ടുണ്ടോ, അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം ചോദിക്കാം. അതിനിപ്പം ഗിരിജ വന്നിട്ടുണ്ടല്ലോ, ബാക്കി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്? ഓഹോ, അതാ പറഞ്ഞത്. ഇതുവരെയായിട്ടും അവളുടെ കാര്യത്തില് ഒരന്വേഷണം ഉണ്ടായിട്ടിരുന്നു. ആ സമയം നന്ദയാണെങ്കിലോ ഇപ്പൊ ലക്ഷ്മിയെടുത്ത് പുറയുന്നു മാറുവോ? ഇല്ലല്ലോ. എന്താ വേണ്ടേ വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറകെ നടക്കില്ലെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞു, ഗിരിജെ നീ അനാവശ്യമായ കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നോക്കണ്ട. എനിക്ക് നന്ദമോളും പിങ്കിമോളും ഒരേപോലെയാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാന്ന് പറയാണ്. പറച്ചില് മാത്രം കാര്യമില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, നിന്നെ ഒരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട്. നിന്റെ ഈ കുത്തിത്തിരിപ്പ് കാരണം നിന്നോട് ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞേ. മോഹിനി വെച്ച് ഗിരിജടുത്തിട്ട് പോകാൻ പറഞ്ഞു. അതെ, എന്നോട് ഇവിടുന്ന് പോകാനായിട്ടാ ഉത്തരവ് കിട്ടിയിരിക്കുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞത്തിനും ലക്ഷ്മി പറഞ്ഞു, അത് നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ, നീ നന്ദമോളോട് എന്തൊക്കെയാ പറഞ്ഞേ? പാവം അത് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ ഒന്ന് ആലോചിച്ചു. താൻ പറഞ്ഞ മൊത്തമൊന്നും എന്താണെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ മൊത്തം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ ലക്ഷ്മിയുടെ പ്രതികരണം. ഗിരിജ പറഞ്ഞു, എനിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ പോകുവാണെങ്കിൽ ആ കൂടെ തന്നെ ഞാൻ പിങ്കിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറയാണ്. ഇത് കേട്ട മോഹിനി വെച്ച്, പിങ്കിമോളെ കൊണ്ടുപോകാനോ? അതെ, പിങ്കിനെ ഞാൻ കൊണ്ടുപോകും, എന്താ കുഴപ്പമിരിക്കുന്നത്? ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ടൊന്നും പോകുന്നില്ല, ഞാൻ അവളെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് വെട്ടി തിരിഞ്ഞു പോവാണ്. അപ്പോഴേക്കും മോഹിനി ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി എടുത്തി എന്താ ഇതൊക്കെ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? ഈ സമയത്ത് നമ്മൾ കുറച്ച് കണ്ടില്ല കേട്ടിരുന്നെങ്കിൽ നടിച്ചു പോകുന്നതല്ലേ നല്ലത്. അവരെന്തേലും ചെയ്യട്ടെ. ഇനിയിപ്പോൾ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. വെറുതെ എന്തിനാന്ന് ചോദിക്കണം. ലക്ഷ്മിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പിങ്കി ഇങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പൊ പിങ്കി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ലക്ഷ്മി എന്നിട്ട് പിങ്കിയുടെ വയറ്റിലേക്ക് ഇങ്ങനെ ഒരു ഉമ്മ വെക്കുവാണ്. പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. പിങ്കി ലക്ഷ്മി അമ്മനെ കണ്ടിച്ചു. എന്താ ലക്ഷ്മി അമ്മ എന്താന്ന് ചോദിക്കണം. ഒന്നുമില്ല, മോളുടെ അടുത്ത് എനിക്കൊന്ന് വരണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നേന്ന് പറയാം. അല്ല, പതിവില്ലാത്താണല്ലോ ഇത്, അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി അമ്മയോട് ചോദിച്ചെന്ന് പറയാം. അപ്പൊ ഗിരിജ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഗിരിജ മാറി നീ രംഗമൊക്കെ കാണുന്നുണ്ടായിരുന്നു. തന്റെ പറച്ചിലേറ്റിട്ടുണ്ട്. ലക്ഷ്മി അങ്ങനെ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിങ്കി പറഞ്ഞു, സാധാരണ ലക്ഷ്മി അമ്മ എന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചേ. അതല്ല മോളെ, മോൾക്കറിയാലോ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ എന്റെ അടുക്കള ജോലിയും കാര്യങ്ങളും എല്ലാം ഞാനും ഒരു തിരക്കുമായിട്ട് ഇങ്ങനെ നടക്കുമല്ലേ, അതുകൊണ്ടാന്ന് പറയണം. എന്നാലും ലക്ഷ്മിയമ്മയ്ക്ക് ഇടയ്ക്ക് എന്നോട് വന്ന് എന്തെങ്കിലും കുശലാന്വേഷണം നടത്താം, അതുപോലെ ലക്ഷ്മിയമ്മ ചെയ്യാറില്ല. നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എന്റെ വയറ്റി വളരുന്ന ഒരു ചിന്ത പോലും ഇല്ലാന്ന് പറയണം. അല്ല, അത് പിന്നെ മോളെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, ഇപ്പോഴെങ്കിലും വന്നല്ലോ അത് മതി, എനിക്ക് സന്തോഷമായെന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, ഇനി മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഈ ലക്ഷ്മിയമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ, ലക്ഷ്മിയമ്മ സഹായിച്ചെന്നുള്ളതെന്ന് പറയാണ്. എന്തേലും ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും തോന്നലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ നന്ദയുടെ ഗൃഹത്തിന്റെ കുഞ്ഞെല്ലാം നിന്റെ വയറ്റി വളരുന്നേ, അപ്പൊ എല്ലാരും ഉണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ മാറിയെന്നേ. പക്ഷെ എങ്കിൽ ഇനി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, നിന്റെ ഏത് അവസ്ഥയും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗിരിജ അങ്ങോട്ട് വന്നു. ഗിരിജാനെ കണ്ടതും പിങ്കി പറഞ്ഞു, എന്ത് മറിമായോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ സംഭവിച്ചത്. അതാണ് ഗിരിജയുടെ തന്ത്രം, ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്നലെ വരെ നിന്റെ തിരിഞ്ഞു നോക്കാത്ത ലക്ഷ്മി ഇപ്പൊ കണ്ടോ നിന്റെ അടുത്ത് വന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി കണ്ടോന്ന് ചോദിക്കാം. എന്നാലും എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിച്ചിരിക്കുക? അതോ അത് നല്ല ഒന്നാം തരം തന്ത്രം ഞാൻ അങ്ങോട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനാ പറഞ്ഞേ. കാരണം എന്താണെന്നറിയാവോ, ഞാൻ നന്ദയോട് കുറച്ച് ക്രൂരത അങ്ങോട്ട് കാണിച്ചു, നല്ല രീതിയിൽ 4 വർത്താനം അങ്ങോട്ട് പറഞ്ഞു. ലക്ഷ്മിക്ക് അത് സഹിച്ചില്ല. നന്ദയെ പറഞ്ഞ ലക്ഷ്മിക്ക് സഹിക്കോ? എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിങ്കി മോളെ കൂടെ കൊണ്ടുപോകുന്നു. അതോടുകൂടി ലക്ഷ്മി ഫ്ലാറ്റ് എന്ന് പറയാണ്. അതെ, ഗിരിജയുടെ അടുത്ത് അവരുടെ തന്ത്രമൊക്കെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഗിരിജ ഇതല്ല ഇതിനേക്കാളും വലുതങ്ങളെ കണ്ട ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗിരിജയുടെ അടുത്ത് അവരുടെ ഒരു കളിയും നടക്കില്ല. പിങ്കിമോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി നീ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ നാളെ ചെക്കപ്പ് ഉള്ളതല്ലേ, നേരത്തെ പോയി കിടന്നു, ഇവിടെ വെറുതെ ഒന്നും ഉറക്കളിക്കണ്ടെന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി. ചെക്കപ്പിനൊക്കെ പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വന്ന് പിങ്കി ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അസ്വസ്ഥപ്പെട്ട് നിന്ന് കഴിയുമ്പോഴത്തേനും ഗിരിജ അങ്ങോട്ടേക്ക് വരുവാണ്. ഗിരിജ വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കിമോളെ? പിങ്കിമോൾ എന്താ വല്ലാതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? അല്ല, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. ഓ, അതൊക്കെ ഓർത്തിട്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതിന് സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ, ആ ഗൗതമിനെ നന്ദയുടെ അല്ലേ, അതിന് ഇതിന് മാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല ചിറ്റ, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? കുഞ്ഞ് പോയിട്ടൊന്നും ഇല്ലല്ലോ. കുഞ്ഞിന് കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഞ്ഞ് അബോട്ടായി പോകുന്നു പറഞ്ഞു. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇനി പോകുവാണല്ലോ എന്നാ, പോകുന്നതൊക്കെ പോട്ടെ എന്ന് വെക്കണം. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവരുടെ കുഞ്ഞല്ലേ, ഇപ്പൊ നിന്റെ
ഉദരത്തെ അത് വളർന്നു നോർത്തോളം നിന്റെ കുഞ്ഞാവോ? ഇല്ലല്ലോ. നീ സമാധാനിക്ക്, ഒരു ശല്യം പോയി കിട്ടിയില്ലോന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ കുഞ്ഞ് വയറ്റി വളർന്നതോട് കൂടിയിട്ട് എനിക്ക് എന്റെ കുഞ്ഞാന്നൊരു തോന്നൽ വരുന്നുണ്ട്. ആ, ഇതാ നിന്റെ കുഴപ്പം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഞങ്ങൾ വിട്ടേരെ, അറിയാലോ. പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കുമായിരുന്നു, ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞില്ലേ? ഞാൻ പക്ഷെ ഇത്രയൊന്നും വിചാരിച്ചില്ല. ആ നന്ദയോടുള്ള ദേഷ്യം കാരണം ഇത്ര ഉദാസീനത കാണിച്ചേ. പക്ഷേങ്കില് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരുക. നന്ദ വന്നിട്ട് പിങ്കി, ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്കാണ്. ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു, ഡോക്ടർ എന്താ പറഞ്ഞെങ്കിൽ നിനക്കിപ്പോ എന്താ? ഞാൻ അറിയണ്ടേ? ഞാൻ അല്ല കുഞ്ഞിന്റെ അമ്മയെന്ന് ചോദിക്കണം. അത് കേട്ടതും പിങ്കി പറഞ്ഞു, ആ ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ പിങ്കി, നീ വെറുതെ കള്ളത്തരം പറഞ്ഞ് ഓരോന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഈ പണിക്ക് പോവരുതെന്ന്. സരോഗസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇരുന്നേ. നിന്നോട് അന്നേ പറഞ്ഞല്ലേ. അപ്പൊ നീ എന്താ ചെയ്തേ? എന്നോട് കൂടുതലൊന്നും പറയിക്കരുത് എന്നെ കൊണ്ട്. നിനക്കറിയാലോ നീ ചെയ്തു കൂട്ടി എന്തൊക്കെയാന്ന്. എന്നിട്ടോ നീ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനെ നോക്കിയതല്ലേന്ന് ചോദിക്കുക. നീ ആ കുഞ്ഞിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ. എന്ത് സംഭവിച്ചെന്ന് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ. ഇത് കേട്ടതും പിങ്കി ഒന്ന് ഞെട്ടി. പിങ്കിക്ക് മനസ്സിലായി ഡോക്ടർ വിളിച്ച് നന്ദിയോടെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജു പറഞ്ഞു, പിന്നെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും എന്നും പറഞ്ഞോണ്ട് ഇതിന് മാത്രം അതിനകത്ത് എന്താ ഇരിക്കണേന്ന് ചോദിക്കണം. അതെ ഗിരിച്ചിട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സംസാരിക്കുന്ന പിങ്കിയോടാണ്. പറഞ്ഞു കേട്ടല്ലോ. ഓ പിന്നെ പിങ്കിയോട് പറഞ്ഞിരിക്കുന്ന പോലും. അതെ, സ്വന്തം കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വളർത്താൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്തിനാടി ഇതൊക്കെ പറയണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. അല്ല, നിനക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ളത് പോലും ഇല്ല, നീ പിന്നെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ നന്ദേന്ന് പിങ്കി ചോദിക്കുക. അതെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ നിന്റെ ഗർഭപാത്രത്തിൽ വളർത്താനായിട്ട്. പറഞ്ഞില്ലല്ലോ. നീ സ്വന്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തല്ലേ റിസ്ക്. എന്നിട്ട് ഒരക്ഷരം മിണ്ടിപ്പോയാണ്ടല്ലോ ഞാനൊന്നും നോക്കത്തില്ല. പിന്നെ എന്റെ കയ്യിലെ എഗ്രിമെന്റ് ഉണ്ട് നീ എഴുതുന്നെ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലാന്ന്. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. പിന്നെ ഒരു എഗ്രിമെന്റ് പേപ്പറും കൊണ്ട് വന്നിരിക്കുന്നു, നീ എന്ത് ചെയ്യാനാ? നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഒരു എഗ്രിമെന്റ് പൊക്കി പിടിച്ചോണ്ട് കുഞ്ഞ് എന്റെ വയറ്റിലാ വളരുന്നേ. അതിനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പേപ്പർ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട നന്ദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അരച്ചു കയറി. നന്ദ പറഞ്ഞു, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. എന്നും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ്. മോളെ പ്രശ്നമാകുമെന്ന് ഗിരിജ പിങ്കിയോട് ചോദിക്കുക. എനിക്കറിയത്തില്ല ചിറ്റേന്ന് പറയാണ്. പിന്നീട് ഗൗതം ഓഫീസിൽ നിന്ന് വന്നു. അരുന്ധതി ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടി വയ്ക്കുന്ന സമയത്ത് അരുന്ധതി ചോദിച്ചു, പിങ്കി ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന് ചോദിക്കണം. ഇത് കേട്ട പിങ്കി ഒന്നും മിണ്ടിയില്ല. ഗിരിജ പറഞ്ഞു, അത് പിന്നെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അതെ ഡോക്ടർമാര് വെറുതെ പറയുന്നൊന്നും അല്ലാന്ന് പറയണം. ഗൗതം പറഞ്ഞു, ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഡോക്ടറാണ്. ആ ഡോക്ടർ അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ല. പിങ്കിയുടെ ഉദാസീനത കൊണ്ടാ ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് പറയണം. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, എന്താ പിങ്കി നീ ഒന്നും മിണ്ടാത്തേ? സത്യം പറ എന്ന് പറയണം. നന്ദ പറഞ്ഞു, കണ്ടില്ലേ പിങ്കിയുടെ നിപ്പ്, ഈ ഉദാസീനത എന്ത് വന്നാലും ഒരു കുഴപ്പമില്ലെന്നുള്ള നിപ്പ് കണ്ടില്ലേ? അവളുടെ അഹങ്കാരം കണ്ടില്ലേ വല്യമ്മേ? ഇതാ പറയണേ, എന്റെ കയ്യിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പുല്ല് വിലയാ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അരുതി ചോദിച്ചു, സത്യം പറ പിങ്കി, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചോദിക്കണം. ശരി എന്നുള്ളത് അർത്ഥത്തില് പിങ്കി അങ്ങ് തലയാട്ടുവാണ്. ഈ സമയം അരുന്ധതി പറഞ്ഞു, ഓഹോ അപ്പൊ നീ മനഃപൂർവ്വം അല്ലേന്ന് ചോദിക്കുക, കരുതി കൂട്ടി അല്ലേന്ന് ചോദിക്കണം. ഒന്നും മിണ്ടിയില്ല. ഗൗതം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഈ സമയം ഗിരിജ പറഞ്ഞു, അതിലിപ്പോ എന്തിനാ പിങ്കിമോളെ കുറ്റപ്പെടുത്തുന്നത്? പിങ്കിമോളെ എന്റെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയണം. നന്ദ പറഞ്ഞു, കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇവിടെ എന്തിനാ സരോഗസിക്ക് സംഭവിച്ചേ? സരോഗസിക്ക് സമ്മതിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ പോറൽ പോലും സംഭവിക്കില്ലാന്ന് ഇവള് എഴുതി ഒപ്പ് തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇവള് മനഃപൂർവ്വം അങ്ങനെ ചെയ്തേന്ന് ചോദിക്കണം. ഇത് കേട്ടതോടുകൂടി എല്ലാവരും ഒരു ഞെട്ടലോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അപ്പൊ ആ കുഞ്ഞ് അബോർട്ടായി പോകുന്നൊന്നും അറിയാൻ പറ്റില്ല. കാരണം കുഞ്ഞിന്റെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് തുടരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നമ്മളിനി ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.